ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മപ്രതിമയെഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിടുന്ന ജസ്രം. മനോഹരമായ ഒരു ഉപനിഷത്ത് കൽപ്പനയാണ് ഈ ശ്ലോകം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥം ഏവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹ ഏവച ഇന്ദ്രിയാണി ഹയാന്യാഹൂർ വിഷയാംസ്തേഷു ഗോചരാൻ എന്ന് കഠോപനിഷത്തിൽ കാണാം. ഈ ശരീരം ഒരു രഥമാണ്, ബുദ്ധിയാണ് സാരഥി, മനസ്സ് കടിഞ്ഞാണാകുന്നു. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്, ഇന്ദ്രിയ വിഷയങ്ങളാണ് കുതിരകളുടെ സഞ്ചാരമാർഗം. ആത്മാവാണ് ഈ രഥത്തിലെ സഞ്ചാരി. ശ്രുതി മുതലായ തുരകം എന്നാൽ ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ. ആത്മാവാകുന്ന നിശ്ചല സ്വരൂപമാണ് ഇവിടെ സഞ്ചാരി. കരണപ്രവീണൻ, അതായത് മനസ്സ് എന്ന സാരഥി നിയന്ത്രിക്കുന്നതുമായ രതിരഥത്തിൽ കയറി അഹന്ത സഞ്ചരിക്കുകയാണ്. ഏതിലൂടെയാണ് ആ സഞ്ചാരമെന്നോ? പുറത്തുള്ള ഓരോ രമ്യരൂപത്തിലൂടെയും. അതായത് ബാഹ്യമായ സുഖവിഷയങ്ങളിലൂടെ വ്യക്തിയുടെ അഹന്ത ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ രഥത്തിലിരുന്ന് അജസ്രം വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ വലിയൊരു നിസ്സഹായാവസ്ഥയുടെ നേർചിത്രമാണിത്. വിഷയങ്ങളിലൂടെ എത്ര സഞ്ചരിച്ചാലും നമുക്ക് മതി വരുന്നില്ല. വീണ്ടും വീണ്ടും നാം അതേ വഴി തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വല്ലപ്പോഴും മാത്രമായിരിക്കും നമുക്കതിൽ നിന്ന് താൽക്കാലികമായ ഇത്തിരി സുഖം ലഭിക്കുന്നത്. കൂടുതലും ദുഃഖവും വേദനകളുമായിരിക്കും ലഭിക്കുന്നത്. എന്നിട്ടും നമുക്ക് മടുക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ സുഖം കിട്ടുമെന്ന് കരുതി നാം ഇങ്ങനെ ആസക്തികളുടെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കാൻ മനസ്സിന് ആകുന്നില്ല. മനസ്സും അതിൽ അഭിരമിക്കുകയാണ്. ഫലമോ എന്നും ഒരേ വൃത്തത്തിൽ കറങ്ങുന്ന അസംബന്ധ നാടകത്തിലെ കഥാപാത്രങ്ങളായി നാം മാറുന്നു. ഭൂരിഭാഗം മനുഷ്യരും ഇത്തരമൊരു വിഷമവൃത്തത്തിലെ സഞ്ചാരികളാണ്. ഇതൊരു വിഷമവൃത്തമാണ് എന്നുപോലും അവരറിയുന്നില്ല. ആ അറിവുണർന്നാലല്ലേ ഇതിൽ നിന്ന് പുറത്തു കടക്കണം എന്ന ചിന്തയുണ്ടാകൂ. നാം നമ്മുടെ അനുഭവങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്താത്തതിനാലാണ് കുരുക്കുകൾ കാലിൽ മുറുകുന്നതും എന്നും ഇങ്ങനെ കറങ്ങി കറങ്ങി ജീവിതം പാഴായി പോകുന്നതും. തിരിച്ചറിവ് വരുന്ന നിമിഷത്തിൽ ഇറങ്ങി നടക്കാനുള്ള ധൈര്യം കാണിച്ചില്ല എങ്കിൽ എരിഞ്ഞു തീരും നരജന്മമെന്ന് ഗുരു ബോധ്യപ്പെടുത്തുന്നു.